ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ ഇത് സ്പെഷ്യൽ റെസിപ്പിയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്യൂഷൻ ഡെസേർട്ട് ആണ്. ഞാൻ നേരത്തെ എന്റെ വ്ളോഗിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ഡിഷ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണിത്. നമ്മുടെ പഴയ ഡെസേർട്ടും പുതിയ ഡെസേർട്ടും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയതാണിത്. അതായത് ഒരു ഫ്യൂഷൻ ഡെസേർട്ട്. ഇവിടെ ഞാൻ ബ്രെഡും സേമിയ പായസവും കൂടെ മിക്സ് ചെയ്താണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ മുകളിലായി കുറച്ച് ഫ്രഷ് ക്രീം കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒന്നുകൂടെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി കാരമലൈസ്ഡ് നട്ട്സ് ഉപയോഗിക്കാം. 4 ലെയറോട് കൂടിയ ഒരു ഡെസേർട്ടാണിത്. നമുക്ക് പാർട്ടിക്കെല്ലാം ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെരുന്നാളെല്ലാം വരികയാണ്. പെരുന്നാൾ പാർട്ടിക്കും സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. ഇനി നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാം. ഇതിനുവേണ്ടി നമുക്കൊരു വെസലിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. 1/2 കപ്പ് സേമിയ ചേർക്കാം. ഞാനിവിടെ കുറച്ച് വലുപ്പമുള്ള സേമിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ സേമിയ ഗോൾഡൻ ബ്രൗൺ നിറമാകണം. അതുവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സേമിയ നന്നായി വെന്ത് വരണം. നമുക്കിതിനെ അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് എടുക്കാം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ സൈഡ് എല്ലാം നമുക്ക് മുറിച്ചു മാറ്റാം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളൂ. കൂടുതൽ ബ്രെഡ് വേണമെങ്കിൽ എടുക്കാം. ചെറിയ ഒരു ലെയർ മാത്രമേ ബ്രെഡിന്റെ കൊടുക്കുന്നുള്ളൂ. ഈ മുറിച്ചു മാറ്റിയ ബ്രൗൺ കളർ പീസിനെ നമുക്ക് പൊടിച്ചതിന് ശേഷം വീണ്ടും ഡെസേർട്ടിൽ തന്നെ ഉപയോഗിക്കാം. ഇത് കളയരുത്. ഇനി നമുക്കിതിനെ വീണ്ടും ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ഞാൻ ഇതിനെ ഒരു പുഡിംഗ് ട്രേയിൽ നിരത്തി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സേമിയ കുക്കായി വന്നിട്ടുണ്ട്. സേമിയയിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് പാൽ ഒഴിക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ പാലൊന്ന് കുറുകി നല്ല തിക്കായി വരണം. അതുവരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ സേമിയ പായസം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പകരമായി ബാക്കിയുള്ള സേമിയ പായസം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമുക്ക് ഈ ഡെസേർട്ടിൽ ഉപയോഗിക്കാം. നമ്മുടെ സേമിയ പായസം നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണ്. പഞ്ചസാര ഉപയോഗിച്ചാലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈസി ആയി ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണിത്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് കൂടി ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ. ഈ വാനില എക്സ്ട്രാക്റ്റിന് പകരമായി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഏകദേശം 1/2 ടീസ്പൂണോളം വേണ്ടിവരും. നന്നായി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പായസം. ഇനി ഇതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിന്റെ മുകളിൽ ഒഴിക്കാം. ചൂടോടുകൂടെ തന്നെ ഒഴിക്കണം. ബ്രെഡ് ഒന്ന് സോക്കായി വരികയും ചെയ്യും. ഈ 2 ലെയറും കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടൻ തന്നെ പാനിലോട്ട് ഒഴിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിട്ടുള്ള ബ്രെഡിന്റെ ബ്രൗൺ കളറിനെ ക്രഷ് ചെയ്തെടുത്തതാണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് ബ്രെഡ് ക്രംസ് കൂടെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3rd ലെയർ. നമുക്കിതിനെ സേമിയയുടെ മുകളിലായി സ്പ്രെഡ് ചെയ്യാം. സേമിയയിൽ നിന്നുള്ള നനവ് ഇതിലോട്ട് വരുന്ന ഇതൊന്നും നനഞ്ഞു വരും. ഇനി നല്ല നനവ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ മുകളിൽ കുറച്ച് വെള്ളമോ പാലോ കുറച്ച് സ്പ്രെഡ് ചെയ്താൽ മതി. ലൂസ് ആകരുത്. വേണമെങ്കിൽ മാത്രം മതി. അല്ലെങ്കിൽ ഒരു ഡ്രൈ ലെയർ ഇങ്ങനെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ 3rd ലെയറും റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ബ്രെഡ് ലെയർ, പിന്നെ സേമിയ, പിന്നെ ബ്രെഡ് ക്രംസ് ലെയർ. ഇനി 4th ലെയറാണ്. ഞാൻ ഇവിടെ 200 ml ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ ഫ്രഷ് ക്രീമിലോട്ട് 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതാണിത്. പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. ചെറിയൊരു ലെയറാണിത്. നമുക്കിതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. വലിയ പുഡിംഗ് ട്രേ ആയതുകൊണ്ട് ചെറിയൊരു ലെയറേ ഉള്ളൂ. ക്രീമി ടെക്സ്ചർ മാത്രം മതിയെങ്കിൽ അങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 4 ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഗാർണിഷ് ചെയ്യാം. കാരമലൈസ്ഡ് നട്ട്സ് കൊണ്ട് നമുക്ക് ഇതിനെ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഞാൻ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കിയതിന്റെ ബാക്കിയുള്ള പ്രലൈൻ ഉപയോഗിച്ചാണ് ഇതിനെ ഗാർണിഷ് ചെയ്യുന്നത്. ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഈ പ്രലൈനിൽ ഞാൻ നിലക്കടലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലക്കടലയുടെ ഒരു ടേസ്റ്റ് കൂടെ വരും നമ്മുടെ ഈ ഡെസേർട്ടിന്. ഈ സേമിയയുടെ നല്ല ചൂടൊന്ന് പോയതിനു ശേഷം ഞാൻ ഇതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ്.
2-3 ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. ഈ ഡെസേർട്ട് നന്നായി തണുത്ത് വരണം. അതിനുശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. 2 ശേഷം നമുക്ക് ഡെസേർട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മുറിച്ച് സെർവ് ചെയ്യാം. ആവശ്യാനുസരണം വലുപ്പത്തിൽ നമുക്കിതിനെ മുറിച്ചെടുക്കാം. കുറച്ച് ശ്രദ്ധിച്ച് തന്നെ മുറിച്ചെടുക്കണം. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ശരിക്കും പുഡിംഗ് പോലെ നമുക്കിതിനെ മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത പീസ് കൂടെ നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ഫ്യൂഷൻ ഡെസേർട്ട് തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയായി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. നമ്മൾ സാധാരണ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലാറ്റിനോ എല്ലാമാണ് ഉപയോഗിക്കാറ്. അതെല്ലാം ഉപയോഗിച്ച് പുഡിംഗ് സെറ്റ് ആയില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരില്ല ഈ ഡെസേർട്ടിന്. എല്ലാവരും ട്രൈ ചെയ്യണം. വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.